Hallelujah, Jesus. Hallelujah, Jesus. Hallelujah. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനെ ഓർത്ത് ഒരിക്കൽ കൂടി എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. വീണ്ടും കൃപാ പ്രയർ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളുടെ മധ്യയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവയിടയാക്കിയ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഈ കമൻസ് ബോക്സിലൂടെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കായി പാടുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിന് നടുവിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പാടുവാനൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനായി കർത്താവ് നന്ദി പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കും, അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ഈ സെക്ഷൻ പ്രാർത്ഥിച്ചാരംഭിക്കുവാനായി ബ്രദർ ബിജുവിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്തോത്ര ഹല്ലേലൂയ. പ്രൈസ് സ്തുതിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്ന സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ. ഈ ഓൺലൈൻ മീറ്റിങ്ങിന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ. സ്തുതിക്കുന്നു ദൈവമപ്പ. സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ. ഈ ശുശ്രൂഷ ദൈവമപ്പ അനേകം പേർക്ക് ദൈവമപ്പ ഉപയോഗമുള്ളതായി തീരുമാറാകട്ടെ. സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ദൈവമപ്പ അയക്കുമാറാകണം ദൈവമപ്പ. സ്തോത്ര ഹല്ലേലൂയ. പ്രൈസ് ദി ദൈവമപ്പ. ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നവർ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമപ്പ. സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ. അങ്ങയുടെ കരങ്ങളിലെ ഉപകരണമാക്കി ദൈവമപ്പ അങ്ങെടുത്ത് ഉപയോഗിക്കുമാറാകണം ദൈവമപ്പ. സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണം അപ്പ. സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ. സ്തുതിക്കുന്നു ദൈവമപ്പ. തകർന്നിരിക്കുന്ന ആരെങ്കിലും ദൈവമപ്പ സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവേ സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ അവർ പണിയപ്പെടുമാറാകട്ടപ്പ. സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമപ്പ അവരിൽ നിറവേറുമാറാകട്ടപ്പ. സ്തോത്ര ഹല്ലേലൂയ. പ്രൈസ് ലോ ദൈവമപ്പ. സ്തുതിക്കുന്നു ദൈവമപ്പ. സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ. എന്റെ സകല നിയന്ത്രണം കർത്താവ് അങ്ങ് ഏറ്റെടുക്കുമാറാകണം ദൈവമപ്പ. സ്തോത്ര ഹല്ലേലൂയ ദൈവമപ്പ. സ്തുതിക്കുന്നു ദൈവമപ്പ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന യേശുനാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ഗാനത്തോടുകൂടി ഞങ്ങളുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനെ, അവന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ഒരു മനോഹരമായ ഗാനം. അർഹിക്കാത്ത നന്മകളെ തന്ന്, യാചിക്കാത്ത നന്മകളെ തന്ന് നമ്മെ അനുഗ്രഹിച്ച നല്ല കർത്താവിനെ വർണ്ണിക്കുന്ന മനോഹരമായ ഗാനം സിസ്റ്റർ നയന പ്രതീഷ് നിങ്ങൾക്കായി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം.
ചൊല്ലുന്നു ഞാൻ. Praise the Lord. Hallelujah. Hallelujah. ഒരിക്കൽ കൂടി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ പറയുന്ന ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ, ക്ലിയർ ആണോ എന്നുള്ളതിന് കമന്റ്സ് ഇടുക. ദൈവം എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ എന്റെ കർത്താവ് നമ്മുടെ പൊന്നോ പൊരുളോ വസ്തുവകകളോ ഒന്നും അവൻ കേൾക്കുന്നില്ല. അവൻ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഹൃദയങ്ങളെ. ഹല്ലേലൂയ. എത്ര പേർക്ക് രാത്രികാലം പറയുവാൻ കഴിയും, എൻ്റെ പൊന്നൊന്നും വേണ്ട എൻ്റെ കർത്താവിന്, എൻ്റെ പൊരുളും വേണ്ട. അവൻ ചോദിക്കുന്നത് എൻ്റെ ഉള്ളങ്ങളെ മാത്രമാണ്. ഹല്ലേലൂയ. അവൻ പാപങ്ങളെ പോക്കുവാൻ, ശാപങ്ങളെ നീക്കുവാൻ ഈ ഭൂമിയിൽ അവതരിച്ച നല്ല കർത്താവിനെ എത്ര പേർക്ക് രാത്രികാലം പാടുവാൻ കഴിയും? എന്തെന്നേശുവേ, 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 എന്തെന്നേശുവേ. ആ നല്ല കർത്താവിനെ കരം പഠിച്ച് ചേർന്ന് പാടാൻ കഴിയുമോ? സന്തോഷത്തോടെ സ്ഥാനങ്ങളെ பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா. மனிதனை மீட்கவே பரலோகம் திறக்க சிலுவையில் சுமந்தாரையா. சந்தோஷத்தோடே பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா. மனிதனை மீட்கவே பரலோகம் திறக்க சிலுவையில் சுமந்தாரையா. கண்ணீரை துடைப்பாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைப்பாரையா, சந்தோஷம் தந்தாரையா. சந்தோஷத்தோடே எந்தன்னேசுவே, 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 എന്തെന്നേശുവേ, எந்தன்னேசுவே, എന്തെന്നേശുവേ, എന്തെന്നേശുവേ. അവൻ തങ്കത്തെ കേൾപ്പതില്ലേ, അവൻ വൈരത്തെ കേൾപ്പതില്ലേ, അവൻ നമ്മുടെ ഉള്ളങ്ങളെ മാത്രം കേൾക്കുന്ന നല്ല കർത്താവ്. സന്തോഷത്തോടെ தங்கத்தை கேட்பதில்லை, வைரத்தை கேட்பதில்லை, உள்ளத்தை கேட்பாரையா. ஆஸ்தியை கேட்பதில்லை, அந்தஸ்தை கேட்பதில்லை, உள்ளத்தை கேட்பாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்காரையா. ஆஸ்தியை கேட்பதில்லை, ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்காரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. எந்தன்னேசுவே, 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 எந்தன்னேசுவே. അമ്മ നിന്നെ മറന്നാലും അപ്പം നിന്നെ മറന്നാലും എന്നെ മറക്കാത്തൊരു നല്ല കർത്താവ്. നിന്റെ കൂട്ടുകാർ നിന്നെ മറന്നേക്കാം, നിന്റെ സഹോദരങ്ങൾ നിന്നെ മറന്നേക്കാം, എന്നാൽ മറക്കാത്തൊരു കർത്താവ് നമ്മുടെ കൂടെ. ഹല്ലേലൂയ. നമ്മെ കരപ്പിടിച്ച് തർക്കുന്ന നല്ല കർത്താവിനെ, നമ്മെ കൺമണി പോലെ കാത്തു പരിപാലിക്കുന്ന നല്ല കർത്താവിനെ ഈ രാത്രികാലം தாய் உன்னை மறந்தால், தந்தை உன்னை மறந்தால், அவர் உன்னை மறக்க மாட்டேன். ஆமென்.
நண்பன் உன்னை மறந்தாலும் உற்றார் உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். ഒരിക്കൽ കൂടെ ചേർന്ന് പാടാമോ? தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். நண்பன் உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். கரம் பிடித்து நடத்திடுவார், கண்மனமே நிறுத்திடுவார். கரம் பிடித்து நடத்திடுவார், கண்மனமே நிறுத்திடுவார். எந்தன் இயேசுவே, 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 எந்தன் ഇയേശുവേ. ചേർന്ന് പാടാമോ? വഴിയൊരുക്കുന്നവനാഴികളിൽ വലകൈ പിടിച്ചെന്നെ വഴി നടത്തും. ആമേൻ. വഴിയൊരുക്കുന്നവനാഴികളിൽ വലകൈ പിടിച്ചെന്നെ വഴി നടത്തും. പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. ആമേൻ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി നിനക്കായി നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണൂനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണൂനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണൂനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണൂനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. കണ്ണീര് വീണാലും അതിൽ ഒപ്പിയെടുത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ്. നമുക്കറിയാം, നാം ഏതെല്ലാം വിഷയത്തിന്റെ നടുവിലും ഏതെല്ലാം വിഷയത്തിന്റെ പ്രയാസത്തിന്റെ നടുവിലായിരുന്നാലും ദൈവത്തോട് ആത്മാർത്ഥമായി കണ്ണീരോടെ ഹല്ലേലൂയ ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവ തീർച്ചയായും മറുപടി നൽകുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഒരു വൈദ്യനോ ഒരു വൈദ്യശാസ്ത്രത്തിനോ കഴിയത്തില്ല കണ്ണുനീരിന്റെ ഹല്ലേലൂയ ആഴങ്ങളെ അളന്നുകൊണ്ട് അതിന് റിസൾട്ട് നൽകുവാൻ. എന്നാൽ അങ്ങനെ റിസൾട്ട് നൽകുവാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു കർത്താവ് മാത്രമാണ്. ആ നല്ല കർത്താവിനെ വർണ്ണിക്കുന്ന മനോഹരമായ ഗാനം സിസ്റ്റർ നയന പ്രതീക്ഷകൾക്ക് ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കും. ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പി
ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാത്തിനുമുടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാത്തിനുമുടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ഹല്ലേലൂയ. പാട്ടുകാരൻ പറഞ്ഞതുപോലെ കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കി ആ കണ്ണുനീരനെ അളന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു കർത്താവ്. ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും തള്ളിക്കളയാത്തൊരു നല്ല കർത്താവിനെ ഈ രാത്രികാലം ഹല്ലേലൂയ ഈ പാട്ടുകളിലൂടെ നമുക്ക് കേൾക്കുന്നത്. നേരത്തെ പാടിയല്ലോ, കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവിന്റെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥതയോടെയാണോ വിശ്വസ്തയോടെയാണെങ്കിൽ നല്ല കർത്താവ് അളന്നെടുത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല കർത്താവുണ്ട്. നാം ഈ പോസ്റ്ററിൽ പോസ്റ്റ് ചെയ്തതുപോലെ നമ്മുടെ ദേശത്തിൻ്റെ വിടുതലിനും നിങ്ങൾക്ക് ആവശ്യമായുന്ന ഗാനങ്ങളൊക്കെ പാടുവാൻ വേണ്ടിയൊക്കെയാണ്, പ്രാർത്ഥനയ്ക്കും പാട്ടുകളൊക്കെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില നിമിഷം നമ്മൾ പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ ജീസസ്. നമുക്കറിയാം ലോകമെമ്പാടും വളരെ ഭീതിയുടെ നടുവിലാണ്. ഞങ്ങൾ ഈ വൈകുന്നേര വേളയിലും സ്തോത്രം നമ്മുടെ തൊട്ട് പ്രദേശങ്ങളിൽ വരെ
സ്തോത്രം COVID-19 എന്ന മഹാമാരി സ്തോത്രം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനായി ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എല്ലാ കണ്ണുകളും അടച്ച് ഹല്ലേലൂയ. നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ വിഷയമാണല്ലോ കർത്താവ്, ലോകമെമ്പാടും വ്യാപരിക്കുന്ന ഈ കൊറോണ വൈറസ് എന്ന മഹാവ്യാധി ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമേ കർത്താവേ. നിനക്ക് അസാധ്യമായതൊന്നുമില്ല, നിനക്കെല്ലാം സാധ്യമാണ് കർത്താവ്. വരും ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളിതിൻ്റെ റിസൾട്ട് അറിയണമേ കർത്താവേ. ഈ ലോകമെമ്പാടും ലോകരാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ പാർക്കുന്ന ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. തിരുവനന്തപുരം പട്ടണത്തിനായി നാം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നാളുകളിൽ വലിയൊരു ഉണർവ്, ഹല്ലേലൂയ, വലിയൊരു വിടുതൽ കർത്താവ് ഈ ദേശങ്ങളിൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ സാമൂഹ്യ പ്രവർത്തകർക്കായി, ഇതിനെ നേരിടുന്ന സാമൂഹ്യ പ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പോലീസ് ഉദ്യോഗസ്ഥർ കർത്താവിൻ, ഡോക്ടർമാർ, നേഴ്സുമാർ, ഹല്ലേലൂയ, രാഷ്ട്രീയ പ്രവർത്തകർ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം കർത്താവ്. ഈ നാളുകളിൽ കർത്താവ് ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി കർത്താവ് ഈ മഹാമാരി കർത്താവ് ഇവിടെ ഉണ്ടാകുവാൻ പാടില്ല കർത്താവെ. ഞങ്ങൾക്ക് കർത്താവെ സ്വതന്ത്രമായി ദൈവത്തിനെ ആരാധിക്കുവാൻ, സ്വതന്ത്രമായി ഒന്ന് പുറത്തിറങ്ങി നടക്കുവാനൊക്കെ കർത്താവ് ദൈവമുള്ള കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്ന് പ്രാർത്ഥന വിഷയങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ അവൻ ചെയ്ത ഉപകാരങ്ങളെയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഈ രാത്രികാലവും നമുക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? വർണ്ണിച്ചിടാതെ എനിക്ക് എൻ്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. എത്ര പേർക്ക് രാത്രികാലം പറയുവാൻ കഴിയും? വർണ്ണിച്ചിടാതെ എനിക്ക് എൻ്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. അതല്ല കർത്താവിനെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. ചേറ്റിക്കിടന്ന നമ്മെ, മാറ്റം വമിച്ച് കിടന്ന നമ്മെ, ഹല്ലേലൂയ, മാറ്റമില്ലാത്ത തന്റെ ജീവിതത്തെ മാറ്റിയ നല്ല കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ആയിരിക്കും സന്തോഷത്തോടെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാതെ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ. ആമേനായിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ താഴ്ചയിലോർത്ത് ഈശോനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ താഴ്ചയിലോർത്ത് ഈശോനെ. പാപശാപരോഗമായതിൻ്റെ വിധിയാ നാശഗർത്തത്തിൽ പതിക്കും നേരത്ത്. പാപശാപരോഗമായതിൻ്റെ വിധിയാ നാശഗർത്തത്തിൽ പതിക്കും നേരത്ത്. സ്നേഹഗസ്തം നീട്ടിയെന്നെ നിൻ തിരുരാജ്യത്തിൽ. ആമേൻ. സ്നേഹഗസ്തം നീട്ടിയെന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ താഴ്ചയിലോർത്ത് ഈശോനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ താഴ്ചയിലോർത്ത് ഈശോനെ. ഹല്ലേലൂയ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ,
പാപമില്ല ശുദ്ധർക്കായി ഇതാ വരുമേ. വരുവിൻ ദിനവും അതിസമീപം, വരവിൻ പ്രത്യാശയാൽ നിർമ്മിതാമേ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ഇതാ വരുമേ. വന്ന യേശു രക്ഷകൻ, പാപമില്ല ഇതാ വരുമേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയാൽ ആമേൻ. വരവിൻ ദിനം അതിസമീപം, യേശുവെ പോലെ എന്റെ യേശുവെ പോലാരുമില്ല. ആമേൻ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ പറക്കുന്ന വാർത്തയാ. പെറ്റ കള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ പറക്കുന്ന വാർത്തയാ. താഴ്ത്തി എന്നെ കങ്കര തികച്ചു ജീവപാദം, താഴ്ത്തി എന്നെ കങ്കര തികച്ചു ജീവപാദം. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ആമേൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുമേ. ആമേൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുമേ. 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 ഹല്ലേലൂയ. തുടർന്ന് മനോഹരമായ ഗാനങ്ങളെ കേൾക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ഉപസ്ഥിതിയാണ്. ആ കർത്താവിന്റെ മാർബിൽ ചാരുന്നുകൊണ്ട് എത്ര പേർക്ക് പറയുവാൻ, വിശ്വസ്തയോടെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ നല്ല കർത്താവിനെ നാം സ്തോത്രം ഹല്ലേലൂയ വിശ്വസ്തയോടെ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മെ പോറ്റി പുലർത്തുന്ന നല്ല കർത്താവ്. മാർബിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനവൻ വീരനാണവൻ. ആ നല്ല കർത്താവിനെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Hallelujah.
പറയാം വിശ്വസ്തനവൻ വീരനാണവൻ ആ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ ഹോസാന 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 എന്റെ ഉപവിധി എന്റെ ഓഹരി നിക്ഷേപമേ ആശ്രയമേ എന്റെ മറവിടമേ എന്നെന്നും മേ എന്റെ ഉപനിധിയെ എന്റെ ഓഹരിയെ അങ്ങന്റെ നിക്ഷേപം എന്റെ ആശ്രയമേ എന്നെന്നും സംഗീതമേ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാ ആ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ ഹോസാന 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 എന്റെ കോട്ടയുമേ എന്റെ ശരണവുമേ അങ്ങന്റെ പരിചയുമേ എന്റെ പാറയുമേ എന്റെ ജീവജലമേ അങ്ങന്റെ ഉറവയാണേ എന്റെ കോട്ടയുമേ എന്റെ ശരണവുമേ അങ്ങന്റെ പരിചയുമേ എന്റെ പാറയുമേ എന്റെ ജീവജലമേ അങ്ങന്റെ ഉറവയാണേ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ ആ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ ഹോസാന 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 ഹോസാന
എൻ്റെ ഉടയവനെ എൻ്റെ ഭുജബലമേ അങ്ങൻ്റെ ഇമ്പമാണേ എൻ്റെ ആരംഭമേ എൻ്റെ വാഗ്ദത്തമേ അങ്ങൻ്റെ ആമീനാണേ എൻ്റെ ഉടയവനെ എൻ്റെ ഭുജബലമേ അങ്ങൻ്റെ ഇമ്പമാണേ എൻ്റെ ആരംഭമേ എൻ്റെ വാഗ്ദത്തമേ അങ്ങൻ്റെ ആമീനാണേ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ ആ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ വീരനാണവൻ നല്ല കർത്താവേ, അനുഗ്രഹമേറെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം ഇതുവരെ ഞങ്ങൾക്ക് പാടുവാൻ ആരാധിക്കുവാനൊക്കെ ലഭിച്ച നല്ല ഭാഗ്യത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. തുടർന്നും ഗാനങ്ങളെയൊക്കെ പാടുവാൻ കർത്താവെ ദൈവം ശക്തീകരിക്കണം. കർത്താവ് കേൾക്കുന്ന വചനങ്ങൾ ആയിരങ്ങൾക്ക് കർത്താവെ പ്രയോജനമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിന്റെ ദാസനെ ദൈവ തിരുകരങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രാർത്ഥനകളുടെ നന്ദി സകല യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് അല്പസമയം നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോവുകയാണ്. തുടർന്നും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഇതുവരെയും വന്നില്ല എങ്കിൽ പോലെയും നിങ്ങൾ ഏതെങ്കിലും ഗാനങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും പാടുവാൻ ആഗ്രഹിക്കുന്നു. അല്പസമയം ദൈവവചനത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രദീപ് തമ്പി അവരുടെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപ പ്രെയർ മിനിസ്ട്രീസ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു രാത്രികാലം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ മാധ്യമം വഴി ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയ നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, കരുതലാണ് നമുക്ക് ഇത്തരത്തിൽ ഒക്കെ ആയിരിക്കുവാനും സന്തോഷത്തോടെയൊക്കെ പാടുവാനൊക്കെ കർത്താവ് ഇടയാക്കിയത്. നിശ്ചയമായും ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് നമ്മെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ സാഹചര്യത്തിൽ നാം തകർക്കപ്പെട്ടു പോയനെ. എന്നാൽ ഞാൻ തേടിപ്പോയതല്ല, എന്നെ തേടി വന്ന അചഞ്ചലമായ സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. ലോകത്തിൽ ഇതിന് പകരം വയ്ക്കുവാൻ മറ്റൊരു സ്നേഹം ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അതിൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണ്. സകല സ്നേഹങ്ങളും പരാജയമെന്ന ലോകം തെളിയിക്കുമ്പോൾ ലോകത്തെ സന്തോഷിച്ച, ലോകത്തെ സമാധാനം വിതച്ച, ലോകത്തിന് വിടുതൽ കൽപ്പിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉടമയും ഏറ്റവും വലിയ ത്യാഗത്തിനുടമയും ആരെന്ന് ചോദിച്ചാൽ
ഇന്ന് ഈ രാത്രികാലം നമ്മൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവത്രേ. ആ കർത്താവിൻ്റെ സ്നേഹമാണ്, ത്യാഗമാണ്. പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിക്കുവാനും അത് കേൾക്കുവാനും കാണുവാനും പ്രത്യേക ആരാധിക്കുവാനൊക്കെ ദൈവം നമുക്ക് തന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്ന ഏറ്റവും ഭാഗ്യ പദവിയാണ്. മറ്റാർക്കും ലഭിക്കാത്ത ഏറ്റവും ശ്രേഷ്ഠ പദവിയാണ്. ഇന്നതുകൊണ്ട് സന്തോഷിക്കുക. ഇന്ന് കർത്താവിൽ എപ്പോഴും സന്തോഷത്തോടായിരിക്കാം. ലോകത്ത് സകല മനുഷ്യനും പ്രതികൂലമുണ്ട്. പ്രസംഗിക്കുന്ന എനിക്ക് പ്രതികൂലമുണ്ട്, ഇവിടെ പാടിയ സഹോദരങ്ങൾക്ക് പ്രതികൂലമുണ്ട്. ലോകത്ത് പ്രതികൂലമില്ലാത്ത ആരുമില്ല. എന്നാൽ ദൈവികമായ സ്നേഹം നിന്നെ പ്രതികൂലത്തിലൂടെ നടത്തുന്ന സ്നേഹം മാത്രമേ. അതെ, സകല പേരും പ്രതികൂലത്തിൻ്റെ നടുവിൽ വീണു പോകുമ്പോൾ നമുക്കറിയാം, മാധ്യമങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മനുഷ്യനൊക്കെ ഹല്ലേലൂയ ആത്മഹത്യ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഒരു മഹാമാരി ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് COVID-19. ഈ രോഗം, ഭീതി നിറഞ്ഞ ഈ രോഗം, ഭയപ്പെട്ട് ഈ രോഗം വന്നു എന്ന് സംശയിച്ച് പലരും ആത്മഹത്യ ചെയ്ത് കാണുവാനായിട്ട് കഴിഞ്ഞു. സ്തോത്രം. എന്തിനാണാവോ ഇവർ ആത്മഹത്യ ചെയ്തതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം ഒരു മനുഷ്യന് ഈ രോഗം പിടിവിട്ട് അവൻ മരണപ്പെടും, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലുള്ളവർക്കും നഷ്ടം ഉണ്ടാകും, അവർക്കും അത് ബാധിക്കുമെന്നൊരു ചിന്തയാകാം ഈ വ്യക്തിയെ മരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രതികൂലം വരുന്നതിന് മുമ്പേ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വീണു പോകുന്നു. എന്നാൽ പ്രതികൂലം വരുമ്പോൾ തന്നെ ഭയപ്പെട്ട് പ്രതികൂലത്തിലൂടെ നശിക്കുന്നതിനെക്കാട്ടിയും ഞാൻ സ്വയം ഇല്ലാതാക്കി കളയുന്നത് നല്ലത് എന്ന് പറഞ്ഞ് പാപത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് വീണുന്ന ഒത്തിരി പേരുടെ നടുവിൽ ഇന്ന് രാത്രികാലം പറയാം, പ്രതികൂലത്തിൻ്റെ നടുവിലും വഴി തുറക്കുന്നൊരു കർത്താവുണ്ട്. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ ആ സകല പേരുടെയും വിശ്വാസം അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആ വിശ്വാസത്തെ ആരംഭമാക്കുന്ന എൻ്റെ സർവ്വകൃപാലുവായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രികാലവും ഇതിൻ്റെ നടുവിൽ ചലിക്കുന്നുണ്ട്. സ്തോത്രം. വായിക്കാം മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺ കഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. ക്ഷണത്തിൽ അവൻ അതിനെ വിട്ടയക്കും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞല്ലോ, ഈ സ്നേഹമെന്ന് പറയുന്നത്, കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഞാൻ തേടിപ്പോയതല്ല, എന്നെ തേടി വന്നതാ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവരുടെയും കൈമാറുകയാ. ഈ കർത്താവിൻ്റെ സ്നേഹം അത് നിന്നെ തേടി വന്നതാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു ട്രാക്റ്റ് ആയിരിക്കും നിന്നെ വിശ്വാസ മേഖലയെ കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും നിന്നെ വിശ്വാസ മേഖലയെ കൊണ്ടുവന്നത്. ഒരുപക്ഷെ നിന്നെ ഏതെങ്കിലും ഒരു വചനമായിരിക്കാം സ്പർശിച്ച് നീ ദൈവഭാഗത്ത് വന്നത്. അല്ലെങ്കിൽ രോഗസൗഖ്യമായിരിക്കാം നീ ദൈവഭാഗത്ത് കടന്നു വരുവാൻ കാരണം. ഇല്ലെങ്കിൽ മറ്റേവനെങ്കിലും സാക്ഷ്യമായിരിക്കും നിന്നെ വിശ്വാസ മേഖലയെ കൊണ്ടുവരുവാനായിട്ട് കാരണം. പ്രിയ സ്നേഹിത, പല കാരണങ്ങൾ താങ്കൾ വിശ്വാസ മേഖലയിൽ വരുവാനായിട്ട് പറയുമ്പോൾ, അതെ, ഇതിൻ്റെ എല്ലാം ആകെ കൂടി നടന്ന സംഭവം എന്ന് പറയുന്നത് കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അതെ, കെട്ടപ്പെട്ട് കിടന്ന നിന്നെ പല സാഹചര്യത്തിലായിരുന്നു നമ്മെ, അതെ ഹല്ലേലൂയ, കെട്ടടിച്ചു വിടുവാൻ അവനൊരു മാധ്യമത്തെ ഉപയോഗിച്ചോ. ആ മാധ്യമമാണ് ഒരുപക്ഷെ രോഗസൗഖ്യമായി മാറിയത്. ആ മാധ്യമമാണ് ഒരു ട്രാക്റ്റായി മാറിയത്. ആ മാധ്യമമാണ് ഒരു പാട്ടായി മാറിയത്. ആ മാധ്യമമായിരിക്കാം നീ കേട്ട ഒരു മീഡിയ ആയിട്ട് മാറിയത്. അതെ, ഇന്ന് രാത്രികാലം പറയുന്നു, എല്ലാത്തിനും ആകെ തുക എൻ്റെ കർത്താവിൻ്റെ സ്നേഹം നിന്നെ തേടി വന്നതാണ്. ഇന്ന് രാത്രികാല ആ കർത്താവിൻ്റെ സ്നേഹം എന്തിനാണപ്പാ എന്നെ തേടി വന്നത്? ഇതിനൊരു ഉത്തരം കൂടി പറഞ്ഞ് ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, നമ്മെ തേടി വന്ന സ്നേഹമാ കർത്താവിൻ്റെ സ്നേഹം. ഞാൻ തേടിപ്പോയതല്ല. കെട്ടപ്പെട്ട് കിടന്ന എന്നെ, പാപത്തിൽ കിടന്ന എന്നെ വീണ്ടെടുത്ത അചഞ്ചലമായൊരു സ്നേഹം, അതിൻ്റെ കർത്താവിൻ്റെ സ്നേഹം. എന്തിനാണ് ആ സ്നേഹം എന്നെ തേടി വന്നത്? അതെ, ആ സ്നേഹം എന്നെ തേടി വന്നത് ആ തമ്പുരാന് എന്നെ ഇന്ന് ഉപയോഗിക്കാൻ.
പ്രിയ പൈതലേ, സ്തോത്ര ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ തേടി വന്നു എങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് ദൈവത്തിന് നിന്നെ ഒന്ന് ഉപയോഗിക്കാനാ. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ഈ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുക, ഈ കെട്ടപ്പെട്ട കഴുതയെ എന്നെ കർത്താവ് കണ്ടിട്ടുണ്ട്. ആരും കണ്ടില്ല എന്ന് പറഞ്ഞാലും, നിന്റെ അവസ്ഥ ആരും തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞാലും, നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പറഞ്ഞാലും, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും വന്നില്ല എങ്കിലോ, സ്തോത്രം, ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. നിന്റെ അവസ്ഥ അറിയുന്നൊരു കർത്താവുണ്ട്. ലോകത്തൊത്തിരി കഴുതുകൾ സ്വതന്ത്രമായിട്ട് നടക്കുമ്പോൾ അത്തരത്തിലുള്ള കഴുതുകളെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ ദൈവം തൻ്റെ ഭക്തന്മാരെ അയച്ചത് കെട്ടപ്പെട്ട കഴുതയാ. ഇന്ന് രാത്രി സകല സ്വാതന്ത്ര്യം അവസാനിച്ചു നിന്നെ, ചിരിക്കാൻ അവസരമില്ലാത്ത നിന്നെ, കുടുംബത്തിൻ്റെ അകത്ത് നിരാശ വെളിപ്പെട്ട് സമാധാനമില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ അകത്ത്, കെട്ടപ്പെട്ട് കിടക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് വ്യക്തമായി ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, ആ ദൂതൻ വന്നത്, ആ മാധ്യമം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടതിന്റെ ഉദ്ദേശം നിന്റെ കെട്ടൊന്നടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, നീ ആക്കിയിരിക്കുന്ന മേഖലയിൽ നിന്ന് നിന്റെ അവസ്ഥയൊന്ന് മാറ്റുവാൻ. ഇതാണ് ആ കർത്താവിന്റെ സ്നേഹം നിന്നെ തേടി വന്നതിന്റെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, ഈ കഴുത കർത്താവിന്റെ അടുക്കലെത്തിയപ്പോ കർത്താവ് അതിന്റെ മുകളിൽ കയറിയിരുന്നു. ഈ കഴുത നടക്കുവാൻ തുടങ്ങി. ഒരിക്കലും കഴുതയ്ക്ക് കിട്ടിയിട്ടില്ലാത്ത മാന്യത കഴുതയുടെ മുമ്പിൽ വെളിപ്പെടുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം പറയുക, ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നതിന് കാരണം, ഇവിടെ ഞങ്ങൾ ഈ ക്രമീകരണത്തിലല്ലേ ഇവിടെ ശുശ്രൂഷിക്കുന്നതിന് കാരണം, ഹല്ലേലൂയ, ഞങ്ങളുടെ പുകഴ്ചയല്ല, ഞങ്ങളിൽ ഒരുവൻ ഹല്ലേലൂയ ഇരിക്കുന്ന, ഞങ്ങളിൽ ഒരുവൻ സ്തോത്ര ഹല്ലേലൂയ ഞങ്ങളെ സ്തോത്ര ഹല്ലേലൂയ നടത്തുന്നു. ആ നടത്തുന്നൊരു ദൈവം ഞങ്ങളിലുള്ളത് കൊണ്ട്, ആ നടത്തുന്നൊരു കർത്താവ് ഞങ്ങളിലുള്ളത് കൊണ്ട്, അതെ ആ ദൈവം പറയുന്നു പാടാൻ പറയുന്നു, അതെ ആ ദൈവം പറയുന്നു പ്രസംഗിക്കാൻ പറയുന്നു, അതെ ഒരിക്കലും വെളിപ്പെട്ടിട്ടില്ലാത്ത നന്മകൾ, ഒരിക്കലും വെളിപ്പെട്ടിട്ടില്ലാത്ത മാന്യതകള് ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നതിന് കാരണം ആ കർത്താവ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ദൈവം കൈമാറുകയാ. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് വന്നാൽ ഇന്നലെ ഉണ്ടായ സാഹചര്യമല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. ശ്രേഷ്ഠത നിന്റെ മേൽ അടുത്തു വരാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹം എൻ്റെ കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മെ തേടി വന്നോ, നമ്മയൊന്ന് മാറ്റാൻ, നമ്മയൊന്ന് പണിയുവാൻ, നമ്മെ നല്ലൊരു ആയുധമാക്കി മാറ്റുവാൻ, പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അപ്പാ, ഞാൻ കെട്ടപ്പെട്ടൊരു കഴുതയാ, എന്നെ കർത്താവേ നടത്തണം. നീ ആരും സഹായിക്കാനില്ലാതെ കെട്ടപ്പെട്ട് കിടക്കുന്നൊരു അനുഭവം, അല്ലെ ഭക്ഷണം തരാൻ ആരുമില്ല, നന്മ അടുത്തു വരുവാൻ ഒരു വഴിയുമില്ല, സകല വാതിലും അടയുമ്പോൾ, ആരും സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ, പ്രിയ സ്നേഹിത, നിന്നെ തേടി വരുന്നൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാമോ? അതെ, ആ കർത്താവ് നിന്നെ ഉപയോഗിക്കുകയാ, ആ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവുക. പൂർണ്ണമായിട്ട് ഇന്ന് രാത്രികാലം സമർപ്പിച്ച ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് സാഹചര്യത്തിന് മുമ്പിൽ ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയായാലും, നിങ്ങൾ ഏത് രോഗത്തിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയായാലും, നിങ്ങൾ ഏത് ദുഃഖത്തിലായിരിക്കുന്ന വ്യക്തിയായാലും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രികാലം ഈ ദൈവത്തിൻ്റെ വചനം താങ്കളെ സ്പർശിക്കുന്നു, ആ ദൈവത്തിൻ്റെ കരം താങ്കളെ സ്പർശിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കർത്താവേ, രാത്രിയാമത്തിനെ സ്തോത്രം. ഈ രാത്രികാലം ഞങ്ങളെ കേൾക്കുന്ന കാണുന്ന എല്ലാ കർത്താവ് മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ഇവരുടെ മേൽ വെളിപ്പെടേണ്ട. സകല ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ ഇവരുടെ ജീവിതങ്ങൾ വിട്ടുമാറേണ്ട. ഒരു പ്രത്യേക വഴി ഇവർക്ക് വേണ്ടി അങ്ങ് തുറക്കണം. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. ഈ രാത്രി സകല വിഷയത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷയമുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ ഹല്ലേലൂയ വ്യക്തിപരമായി അറിയിക്കുവാനുള്ള ഡീറ്റെയിലെല്ലാം ഹല്ലേലൂയ ഈ ഗ്രൂപ്പിൽ ഹല്ലേലൂയ അറിയിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് വരെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഹല്ലേലൂയ ഉണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ അറിയിക്കുക.
പ്രൈസ് ഹല്ലേലൂയ റിഖനസിയാമനശംതുര ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ. പ്രിയാദാസൻ എന്ന ഒരു സിസ്റ്റർ ഹല്ലേലൂയ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ റിഖനസിയാമനശംതുരാരഗതേ ആമേൻ. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയ സിസ്റ്റർ ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വാസത്തോടെ കെട്ടപ്പെട്ട കഴുതയുടെ അനുഭവത്തിൽ ആരായിരുന്നാലും, നീ ഏത് പ്രയാസത്തിൻ്റെ നടുവിലായിരുന്നാലും നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവിൻ്റെ കരം ഇന്ന് രാത്രികാലം ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യനും അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ അത്ഭുതത്തിന്റെ ഉടയവൻ ഹല്ലേലൂയ നമ്മെ അറിയുന്നു നല്ലതുപോലെ. സുഖങ്ങളും കർത്താവത്രേ, അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പൂറ്റി പുലർത്തി ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പൂറ്റി പുലർത്തി ദൈവം മതി. ഹല്ലേലൂയ. സ്തോത്രത്തിൻ്റെ പോറ്റി പുലർത്തുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രികാലം ആ പ്രിയ സഹോദരിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സർവശക്തൻ്റെ കരം ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം ആ പ്രിയ സഹോദരന്റെ ഹസ്ബൻഡിന് വേണ്ടി വെളിപ്പെടട്ടെ. കുടുംബത്തിൻ്റെ മേൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങട്ടെ. നീ ഏത് അവസ്ഥയിലായിരുന്നാലും നിന്റെ അവസ്ഥ മാറ്റുന്ന ഒരു ദൈവിക കരം ഇന്ന് രാത്രികാലം ആ കുടുംബത്തെ സ്പർശിക്കുന്നു. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കട്ടെ. ഹല്ലേലൂയ. ഈ സമയത്ത് ഒരു അത്ഭുത വിടുതൽ അവരെ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കര ഹല്ലേലൂയ അവിടെ ചലിക്കുന്നു. ഓർത്ത് കർത്താവ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിടുതൽ അയച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. മണിക്കുട്ടൻ എന്ന സ്തോത്രം ഒരു സഹോദരൻ കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥന വിഷയം സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥന ചോദിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ കരമ കുടുംബത്തിന്റെ മേലെ ഇറങ്ങട്ടെ. വിടുവിക്കുന്ന ദൈവത്തിന്റെ കരമ കുടുംബത്തിന്റെ മേലെ ഇറങ്ങട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവ സാന്നിധ്യം എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ കരം ഏതൊക്കെ കുടുംബത്തിൽ ചലിച്ചിട്ടുണ്ടോ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാല ഹല്ലേലൂയ ആ കുടുംബത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിന്റെ സാന്നിധ്യ കുടുംബത്തിനോട് ഇറങ്ങട്ടപ്പാ. സ്തോത്രമല്ല
ദൈവത്തിന്റെ കരം ചലിക്കട്ടെ രാത്രി കാലം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതകരം ആ കുടുംബത്തിന് മേൽ ഇറങ്ങട്ടെ. ഏത് സാഹചര്യത്തിൽ ഞങ്ങളെ കേട്ടാലും അപ്പാ, സകല സാഹചര്യങ്ങളും അറിയുന്ന എന്റെ കർത്താവേ, ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അപ്പാ ഹല്ലേലൂയ കുടുംബത്തിന് മേൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഇന്ന് ഹല്ലേലൂയ രാത്രി കാലം ദൈവമേ അവരെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ഒരു വിടുതൽ കൽപ്പിക്കണം. അത്ഭുതകരം അവിടെ സംഭവിക്കേണ്ട കർത്താവേ. ആ കുടുംബം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ കുടുംബം ഒരു അത്ഭുതമായി തീരട്ടെ. കർത്താവിന്റെ രക്ഷ കുടുംബത്തിന്മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. മൂർത്തിയിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഞാനും എൻ്റെ കുടുംബം നിന്നതെല്ലാം യേശു നിർത്തിയതാ. തളടിയാ പോയിടാതെ താങ്ങി എന്നെ തത്ഭുജത്താൽ. ഞാനു എൻ്റെ കുടുംബം നിന്നതെല്ലാം യേശു നിർത്തിയതാ. തളടിയായി പോയിടാതെ താങ്ങി എന്നെ തത്ഭുജത്താൽ. അത് ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേശുവേ സ്തോത്രമല്ലാതൊന്നുമില്ലേ. Hallelujah, hallelujah, hallelujah. Rikhana devo shabdura bautamana siyara divga shakamana. സ്തോത്രത്തിന് താങ്ങുന്ന ഒരു കരമുണ്ട്. നീ ഏത് കെട്ടപ്പെട്ട അനുഭവത്തിലായിരുന്നാലും, നീ ഏത് അവസ്ഥയിലായിരുന്നാലും ഹല്ലേലൂയ നിന്നെ വിടുവിക്കുന്ന ഒരു കരമുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ചോദിച്ചവർ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കാമോ? എന്നെ വിടുവിക്കുന്ന ഒരു കരമുണ്ട്. അത് നീ ആരുടെ മുമ്പിൽ സ്തോത്രം തകർന്നു പോകുന്ന ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ പൈതലാ, നീ ദൈവത്തിന്റെ പൈതലാ. ഒരപ്പനും അമ്മയും തൻ്റെ കുഞ്ഞിനെ എത്രയധികം സ്നേഹിക്കും, അത്രേക്കാളും ഈ അപ്പൻ നിന്നെ സ്നേഹിക്കും. ലോകത്തിന്റെ മാതാപിതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പരിധിക്കപ്പുറം അവർ നിന്നെ സ്നേഹിക്കത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. മാധ്യമങ്ങളെല്ലാം വിളിച്ചു പറയുന്നു, അതെ, ഒരു പരിധിക്കപ്പുറം അപ്പനും അമ്മയെ സ്നേഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ എൻ്റെ ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് ഏതവസ്ഥയിലും, പ്രിയമുള്ളവരെ, നമുക്കറിയില്ല, ക്രൂശിന്മേൽ സ്വന്തം ജീവനെ തന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു സ്നേഹം. ഹല്ലേലൂയ. ലോകത്തിലെ മാതാപിതാക്കൾ ഒരുപക്ഷെ നിന്റെ അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിനക്ക് വേണ്ടി തന്നിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി കാലം ഞാൻ പ്രസംഗിക്കുന്നത് ദൈവം ഹല്ലേലൂയ സ്വന്തം ജീവൻ നല്ലൊരു ദൈവം ഇന്ന് രാത്രി കാലം ആ ദൈവത്തെ ഹല്ലേലൂയ എന്റെ പ്രാണനാഥ ലോകമേനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എന്റെ പ്രാണനാഥ നാൾത്തോറുവിശ്വാസമാ നീ മാത്രമേ ശ്വാസമാ നീ മാത്രമേ യേശുവെൻ
പക്ഷമായി തീർന്നതീനാ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം യേശു എൻ പക്ഷമായി തീർന്നതീനാ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം എത്ര ബോധം പാത്രത്തിൽ ജീവിക്കുന്ന എത്ര ബോധം പാത്രത്തിൽ ജീവിക്കുന്ന ലോകം വെറുത്തവരീശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും ലോകം വെറുത്തവരീശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും ഭാഗ്യകരാ ചേരുന്നവരെ കാത്തിടണം ഭാഗ്യകരാ ചേരുന്നവരെ സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം. ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ്, അവനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവൻ സൃഷ്ടിക്കപ്പെട്ട അവൻ നല്ലൊരു ജീവനുള്ള ദേഹിയെ മാറിയ സെക്കൻഡ് മുതൽ അവൻ കാണുന്നത് അവന് വേണ്ടുന്ന സകലതും അവിടെയുണ്ട്. ഹല്ലേലൂയ, അവന് വേണ്ടുന്ന സകലതും അവിടെയുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ വിശ്വാസത്തിൽ വിളിച്ചു പറയുക, ഹല്ലേലൂയ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം കരുതിയൊരപ്പനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ജനിച്ച ശേഷം ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഇല്ലെങ്കിൽ ആൺകുഞ്ഞിനാണെങ്കിൽ ആ കുഞ്ഞിനു വേണ്ടി മാതാപിതാക്കൾ കരുതുവാറുണ്ട്. എന്നാൽ അവരെന്തുകൊണ്ട് ജനിച്ച ശേഷം കരുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിച്ച ശേഷമേ അവർക്ക് അറിയത്തുള്ളൂ ഇവർ ഏത് കുഞ്ഞാ ലഭിക്കുന്നതെന്ന്. പക്ഷെ എൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം, സർവ്വകൃപാലുവേ ദൈവത്തെ സംബന്ധിച്ചോളം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ആ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്. അതെ, അപ്പോൾ തന്നെ ആ ദൈവം പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ പൈതലാണോ? നിനക്ക് വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാമോ? ആ കരുതിയതപ്പ എൻ്റെ മേൽ വെളിപ്പെടട്ടെ. തക്ക സമയത്ത് നിനക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യും. കർത്താവേ, ആ ഭവനത്തിനു വേണ്ടി അവർ വളരെ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ചലിക്കണം. നന്മകൾ തടസ്സം വരാതെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഇടയാക്കണം. അതിന്റെ എല്ലാ വഴികളും കർത്താവെ ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതകരം ഈ വിഷയത്തിന്റെ മേൽ ചലിക്കട്ടെ. ഇവർക്ക് അത്ഭുത വാതിൽ വഴി അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനോട് ചൊല്ലി, അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനോട് ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കുന്നാളവനെൻ ബലം. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കുന്നാളവനെൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രമനാൾ തോറും അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം, വിശ്രമനാൾ തോറും അവനെന്റെ സർവ്വവുമേ. ജീസസ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് രാത്രികാലം ചലിക്കട്ടെ. ഞങ്ങളെ കാണുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെട്ട ഞങ്ങളെ കർത്താവ് കേൾക്കുന്നവരുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. സകലപേരുടെ ഉള്ളങ്ങൾ അറിയുന്ന കർത്താവിന്റെ കരം ദൈവം അവർക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കർത്താവ് സകല പേര് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
അനുഗ്രഹിക്കണം കർത്താവേ. എല്ലാവരും അങ്ങ് മാനിക്കുന്ന നിർവഹിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. സ്തോത്രം. പ്രൈസലോ, ഇതുവരെയും കൃപാ പ്രയർ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും നിങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചിലർ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നിരുന്നു. ഈ നാളുകളിൽ ആ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ദൈവം അത്ഭുത പ്രവൃത്തികൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.